സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. അഷ്ടമ സ്കന്ധത്തിലെ 21-ാമത്തെ അധ്യായമാണ് ഇന്നു മുതൽ അവലോകനം ചെയ്യാൻ തുടങ്ങുന്നത്. ഇന്നലെ രസാതലം വരെയുള്ള അധോലോകത്തിനെ പറ്റിയും ആ രസാതലത്തിൽ 1000 ഫണങ്ങളോടുകൂടിയിരിക്കുന്നതായിട്ടുള്ള സാക്ഷാൽ ശ്രീ സംഘർഷണമൂർത്തി അനന്തനെ പറ്റിയും അവിടെ പറഞ്ഞു. തുടർന്നുകൊണ്ട് നാരായണ ഋഷി പറയുകയാണ്, ആ സംഘർഷണമൂർത്തിയുടെ അഥവാ ആദിശേഷൻ്റെ മാഹാത്മ്യം സനാതനനായിട്ടുള്ള ബ്രഹ്മപുത്രൻ ബ്രഹ്മസഭയിൽ സദാ പാടി സ്തുതിക്കുന്നുണ്ട്. ആ സംഘർഷണമൂർത്തിയുടെ അനന്തൻ്റെ വൈഭവങ്ങളെക്കുറിച്ചാണ് സനകാദികളെല്ലാം പാടി നടക്കുന്നത്. ആ സംഘർഷണമൂർത്തിക്ക് അഥവാ അനന്തശേഷന് 1000 ഫണങ്ങളുണ്ട്. പർവ്വതവും നദിയും സമുദ്രവും സമസ്ത പ്രാണികളും ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തെ അദ്ദേഹം തൻ്റെ മൂർധാവിൽ ധരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് ഇതെല്ലാം, ഈ പ്രപഞ്ചം ഒരു അണുവിൻ്റെ അത്രമേ വലിപ്പമുള്ളൂ, അല്ലെങ്കിൽ ഭാരമുള്ളൂ. അനന്തൻ ആയതിനാൽ അദ്ദേഹം അനന്തപരാക്രമിയുമാണ്. സർവവ്യാപിയുമായ ഈ അനന്തൻ്റെ പ്രഭാവത്തെ വർണ്ണിക്കാൻ 1000 നാവിനെ കൊണ്ടും കഴിയുകയില്ല എന്നവിടെ പറഞ്ഞു. ഹേ നാരദരെ, മനുഷ്യർ ഏതു വിധത്തിലുള്ള കർമ്മങ്ങളാണോ ചെയ്യുന്നത് അതനുസരിച്ച് അവർക്ക് ചെന്നെത്തേണ്ടതായിട്ടുള്ള അനേകം ഗതികൾ, പ്രാപ്യസ്ഥാനങ്ങളുണ്ട്. അതാണല്ലോ ഭൂമി. ഭൂമിക്ക് മുകളിലുള്ള 6 ഊർധ്വലോകങ്ങൾ, ഭൂമിയുടെ താഴത്തിലുള്ള 7 പാതാള ലോകങ്ങൾ. കാമഭോഗങ്ങൾ കൊതിച്ചുകൊണ്ട് ശാസ്ത്രോപദേശപ്രകാരം കർമ്മം ചെയ്യുന്നവർ അതാത് കർമ്മത്തിൻ്റെ ഫലങ്ങളെ അനുഭവിക്കാനായിക്കൊണ്ടിതാ ഈ സ്ഥലങ്ങളിലെല്ലാം മനുഷ്യരായിട്ടും ദേവരായിട്ടും രാക്ഷസനായിട്ടും അസുരനായിട്ടും മൃഗാദികളായിട്ടും എല്ലാം ഈ സ്ഥലങ്ങളെ പ്രാപിക്കണു. അങ്ങ് ചോദിച്ചതായിട്ടുള്ള ഈ ഭൂലോക വർണ്ണന ഞാനിതാ അങ്ങേക്ക് പറഞ്ഞു തന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭൂലോക വർണ്ണനകളെ അവിടെ അവസാനിച്ചപ്പോഴാണ് ശ്രീനാരദൻ വീണ്ടും ചോദിക്കുന്നത്. നാരദ ഉവാച വിചിത്രമേതോല്ലോകസ്യ കഥം ഭഗവതാ കൃതം സമാനത്വേ കർമ്മണാം ച തന്നോ ബ്രൂഹി യഥാ തഥാ. തൻ്റെ സംശയം ചോദിക്കുകയാണ്. ഹേ നാരായണ ഋഷി, ഈ വൈവിധ്യം നിറഞ്ഞ ലോകത്തെ സൃഷ്ടിച്ചത് എന്തിനാണ്? കർമ്മങ്ങളെല്ലാം ഒരുപോലെയല്ലേ? വാസ്തവം എന്താണ് എന്ന് പറഞ്ഞു തരൂ. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, കർമ്മങ്ങൾക്കനുസരിച്ച് ഓരോ ലോകത്തിലും പശുപക്ഷി മൃഗാദികളായോ രാക്ഷസനായോ മറ്റോ എല്ലാം ജന്മമെടുക്കണോ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ സംശയത്തിനെ ഇവിടെ നാരദൻ ചോദിക്കണു. അതിനുള്ള ഉത്തരമായി കൊണ്ടാണ് നാരായണ ഋഷികൾ ഇനി പറയാൻ തുടങ്ങുന്നത്. കർത്തുശ്രദ്ധാവശാദേവ ഗതയോഭി പൃഥഗ്വിധ ത്രിഗുണത്വാൽ സദാ താസാം ഫലം വിസദൃശന്ദ്വിഹ. കർമ്മം ചെയ്യുന്നവൻ്റെ ശ്രദ്ധയനുസരിച്ച് കർമ്മഗതിക്ക് മാറ്റമുണ്ടാകും. ത്രിഗുണങ്ങളെ ആശ്രയിച്ച് അതിൻ്റെ ഫലവും ഒരുപോലെ ആയിരിക്കുകയില്ല നാരദരെ. സാത്വികമായിട്ടുള്ള ശ്രദ്ധ കൊണ്ട് ചെയ്യുന്ന കർമ്മത്തിന്, ആ കർമ്മം ചെയ്യുന്നവന് സദാ സുഖം ലഭിക്കും. രാജ്യത്തെ ശ്രദ്ധ കൊണ്ട് കർമ്മം ചെയ്യുന്നവന് ദുഃഖമായിരിക്കും പരിണാമമായിട്ടുള്ള ഫലമുണ്ടാവുക. ദുഃഖവും ഔഢ്യവുമാണ് താമസശ്രദ്ധയോടുകൂടിയിട്ട് കർമ്മം ചെയ്യുന്നവന് ലഭിക്കുന്നതായിട്ടുള്ള ഫലം.
ശ്രദ്ധയുടെ താരതമ്യ വ്യത്യാസം കൊണ്ട് ഫലത്തിലും ഈ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു. അനാദിയായിട്ടുള്ള അവിദ്യയെ ആശ്രയിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുടെ പരിണാമഫലങ്ങളായിട്ട് ആയിരക്കണക്കിന് ഗതികളും ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. മിക്കവാറും പ്രചാരത്തിലുള്ള ഗതിഭേദങ്ങളെപ്പറ്റി ഞാൻ വർണ്ണിക്കാം. 3 ലോകങ്ങൾക്കും മധ്യേ തെക്ക് ദിശയിൽ ഭൂമിക്ക് താഴെയും അതലത്തിന് മുകളിലുമായി അഗ്നിശ്വാത്തന്മാരും പിതൃദേവഗണങ്ങളും മറ്റ് പിതൃക്കളും വസിക്കുന്നു. സ്വഗോത്രത്തിൽപ്പെട്ടവർക്ക് ആശിസ്സുകൾ നേർന്നുകൊണ്ട് അവരവിടെ സമാധിയിൽ വർത്തിക്കുന്നുണ്ട്. പിതൃക്കളുടെ രാജാവായിട്ടുള്ള യമധർമ്മൻ അവിടെയുണ്ട്. സ്വധർമ്മ നിർവഹണത്തിനായിട്ട് അദ്ദേഹം അനേകം പേരെ തൻ്റെ ഭൃത്യന്മാരായിട്ട് നിയോഗിച്ചിട്ടുണ്ട്. അവർ അവിടെ വരുന്ന പരേതാത്മാക്കൾക്ക് ശിക്ഷ ദണ്ഡധാരിയും ശിക്ഷയെല്ലാം ദണ്ഡവും ശിക്ഷയും നൽകുന്നതായിട്ടുള്ള യമധർമ്മൻ അദ്ദേഹത്തിൻ്റെ ഭൃത്യജനങ്ങളോടുകൂടി സേവകരോടുകൂടി ഭഗവാന്റെ കൽപ്പനയനുസരിച്ച് ശരിയായി ആലോചിച്ച് കർമ്മദോഷത്തിന് അനുസൃതമായിട്ടുള്ള ശിക്ഷകളെ കൊടുത്തുവരുന്നു. ധർമ്മതത്വം അറിയുന്നവരും ആജ്ഞ പാലിക്കുന്നവരുമായ സ്വഗണങ്ങളെയെല്ലാം യഥാസ്ഥാനങ്ങളിൽ നിയോഗിച്ച് പ്രാജ്ഞനായിട്ടുള്ള ഈ യമധർമ്മൻ അവരെ സദാ പ്രോത്സാഹിപ്പിക്കുന്നു. നരകങ്ങളുടെ എണ്ണം 21 എന്ന് പറയപ്പെടുന്നു. ചിലർ 28 നരകങ്ങളുണ്ട് എന്നുള്ള പക്ഷവുമുണ്ട്. അവ ഏതെല്ലാമാണ് എന്ന് ഞാൻ ഓരോന്നായിട്ട് അങ്ങക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ നരകവർണ്ണനങ്ങൾ, പാപാതികൃത്യങ്ങൾ ചെയ്യുന്നവരനുഭവിക്കേണ്ടതായിട്ടുള്ള നരകം ഏതൊക്കെയാണ് എന്നാണ് ആദ്യം തന്നെ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. നരകത്തിൻ്റെ പേരുകൾ: താമിശ്രം, മന്ദതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭിഭാഗം, കാലസൂത്രം, മസിപത്രവനം, സൂകരമുഖം, മന്ദകൂപം, കൃമിഭോജനം, സന്തംശം, തപ്തകുണ്ഡം, വജ്രകണ്ഠകം, ചാൽമലി, വൈതരണി, പൂയോദം, പ്രാണരോധം, വിശസനം, ലാലാഭക്ഷം, സാരമേയാദനം, പിന്നെ അവീചി, അയപ്പാനം, ക്ഷാരകർദ്ധമം, രക്ഷോപക്ഷം, ശൂലപ്രോധം, അതേമാതിരി ദംശശൂകം, ദന്തശൂകം, വടാരോധം, പര്യാവർത്തനകം, സൂചിമുഖം, ഇങ്ങനെ 28 നരകങ്ങളുണ്ട് എന്ന് 28 നരകങ്ങളുടെ പേര് പറയണു. ഇവയാണ് നരകങ്ങൾ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ യാതനാഭൂമികളാണ്. ഇതെല്ലാം ജീവരാശികൾക്ക് തങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് പാപകർമ്മഫലങ്ങൾ ചെയ്താൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കാനായിക്കൊണ്ട് എത്തേണ്ട നരകങ്ങളാണ് ഇവയെല്ലാം എന്ന് ആ നരകങ്ങളുടെ പേരുകളെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ അധ്യായം 28 പരിസമാപിക്കുന്നത്. 28 നരകങ്ങൾ ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും പഞ്ചമസ്കന്ധത്തിൽ അവസാനത്തെ അധ്യായമായ 26-ാമത്തെ അധ്യായത്തിൽ ഈ നരകവർണ്ണന ഒരു അധ്യായം കൊണ്ട് ശ്രീശുകൻ അവിടെ പരീക്ഷത്തിനും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ നരകങ്ങളെപ്പറ്റിയെല്ലാം അവിടെയും അവലോകനം ചെയ്യുന്നുണ്ട്, ഇവിടെയും ചുരുക്കി അതിനെപ്പറ്റി അവലോകനം ചെയ്യുന്നുണ്ട്. ഏതായാലും